ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വിവരിക്കാൻ പോകുന്ന സിനിമയാണ് ഗരുഡൻ. ബോക്സ് ഓഫീസിൽ നല്ല പ്രതികരണം ലഭിച്ചിരിക്കുന്ന ഈ സിനിമയുടെ കഥാവിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ഈ സിനിമയിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ഒരു ഗ്രാമത്തിലുള്ള അമ്പലവും അതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന കുറച്ച് ആളുകളുടെ, പ്രത്യേകിച്ച് രണ്ട് കൂട്ടുകാരുടെയും പിന്നെ അതിൽ ഒരാളുടെ വിശ്വസ്തന്റെയും കഥയാണ്. ഇതിൽ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് ശശികുമാർ, ഉണ്ണിമുകുന്ദൻ, സൂരി എന്നിവരാണ്. സിനിമയുടെ തുടക്കത്തിൽ ഒരു മന്ത്രിയെയും അദ്ദേഹം ഒരാളെ വണ്ടി അപകടത്തിൽ കൊലപ്പെടുത്തുന്നതും ആണ് കാണിക്കുന്നത്. പിന്നീട് അദ്ദേഹം ഒരു സ്ഥലം കൈക്കലാക്കുന്നതിന്റെ ഭാഗമായി ആ സ്ഥലത്ത് ചെന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. എന്നാൽ ആ സ്ഥലം ഒരു ഗ്രാമത്തിലുള്ള അമ്പലത്തിന് പണ്ടുള്ള രാജാവ് കൊടുത്തിട്ടുള്ളതാണെന്ന് രേഖയിൽ കാണുന്നു. എന്നാൽ ഈ വിവരം അമ്പലത്തിൽ ഉള്ളവർക്ക് അറിയില്ലെന്നും, പക്ഷേ രേഖകളുടെ ഒറിജിനൽ അമ്പലത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതായും അറിയുന്നു. ഈ ഒറിജിനൽ രേഖകൾ കൈക്കലാക്കുന്നതിന് ആ ഗ്രാമത്തിൽ അമ്പലത്തിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരാളെയും പിന്നെ പോലീസ് ഉദ്യോഗസ്ഥരെയും ഈ മന്ത്രി ഏർപ്പാടാക്കുന്നു. പിന്നീട് കഥ അമ്പലത്തിന്റെ ചുറ്റുപാടുകളിലേക്ക് നീങ്ങുന്നു. ഈ അമ്പലത്തിന്റെ പ്രധാന സ്ഥാനത്ത് ഇരിക്കുന്നത് അപ്പത്ത എന്ന് വിളിക്കപ്പെടുന്ന ഒരു സ്ത്രീയാണ്. അപ്പത്തയുടെ മകനായി ഉണ്ണിമുകുന്ദനും ഉണ്ണിമുകുന്ദന്റെ ആത്മാർത്ഥ സുഹൃത്തായി ശശികുമാറും ഉണ്ണിമുകുന്ദന്റെ വിശ്വസ്തനായി സൂരിയും ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നു. പിന്നീട് സിനിമയിൽ ഉണ്ണിമുകുന്ദന്റെ ഭാര്യ സഹോദരൻ ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയെ സ്നേഹിച്ചിരുന്നതായും, എന്നാൽ അവരുടെ വീട്ടുകാർ ഈ ബന്ധത്തിന് എതിർപ്പ് പ്രകടിപ്പിക്കുന്നതും കാണാം. ഇതറിഞ്ഞ ശശികുമാറും ഉണ്ണിമുകുന്ദനും ചേർന്ന് വീട്ടുകാരെ സമ്മതിപ്പിച്ച് കല്യാണം നടത്തി കൊടുക്കുന്നു. ഇതിനിടയിൽ സൂര്യയും ഒരു പെൺകുട്ടിയുമായി പ്രേമത്തിൽ ആവുന്നതും കാണിക്കുന്നുണ്ട്. അതിനുശേഷം അപ്പത്ത ടെൻഷനിലായി തൊടിയിലിരുന്ന് കള്ളു കുടിക്കുന്നതും പിന്നീട് അവരുടെ മരണവുമാണ് കാണിക്കുന്നത്. മരണശേഷം അമ്പലത്തിന്റെ പ്രധാന സ്ഥാനത്തേക്ക് അപ്പത്തയുടെ മകനായ ഉണ്ണിമുകുന്ദൻ വരണമെന്ന് അമ്പലത്തിലെ പ്രധാനികൾ പറയുമ്പോൾ മന്ത്രി ചട്ടം കെട്ടിയ ആൾ അതിനെ എതിർക്കുകയും തനിക്ക് ആ സ്ഥാനം നൽകണമെന്നും അതൊരു തർക്കത്തിൽ എത്തുകയും ചെയ്യുന്നു. ഇതെല്ലാം കണ്ട് ഉണ്ണിമുകുന്ദൻ തനിക്ക് പകരം സൂര്യയെ ഈ സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കുന്നു. ഇലക്ഷനിൽ സൂര്യ തന്നെ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നു. അതിനുശേഷം ശശികുമാർ അമ്പലത്തിലെ കണക്കനുസരിച്ച് സ്വർണ്ണാഭരണങ്ങൾ ചെക്ക് ചെയ്യുന്നതായും അതിൽ കുറവ് കണ്ട് അമ്പലത്തിലെ ആളുകളോട് അന്വേഷിക്കുന്നതായും കാണാം. എന്നാൽ ഈ ആഭരണങ്ങൾ ഉണ്ണിമുകുന്ദൻ തന്നെ എടുത്തതാണെന്നും പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യുന്നു. മന്ത്രി ഏർപ്പാടാക്കിയ ആൾ ഉണ്ണിമുകുന്ദനെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പുറത്തിറക്കാൻ സഹായിക്കുന്നു. ഈ സംഭവത്തോടെ ശശികുമാറും ഉണ്ണിമുകുന്ദനും തമ്മിൽ ചെറിയ സ്വരചർച്ച വരികയും മന്ത്രിയുടെ ആളുമായി അടുക്കുകയും ചെയ്യുന്നു. പോലീസ് സ്റ്റേഷനിൽ നിന്നും രക്ഷിച്ചതിന്റെ പ്രത്യുപകാരമായി ഭൂമിയുടെ ഒറിജിനൽ രേഖകൾ തനിക്ക് എടുത്തു നൽകാൻ അയാൾ ഉണ്ണിമുകുന്ദനോട് ആവശ്യപ്പെടുകയും ഇതിനായി വലിയൊരു തുക വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു. അപ്പോഴാണ് അമ്പലത്തിന്റെ ഉത്സവം വന്നു ചേർന്നത്. ഇതിന്റെ ഭാഗമായി ബാങ്കിൽ നിന്നും ആഭരണങ്ങൾ അമ്പലത്തിൽ കൊണ്ടുവരേണ്ടതുണ്ട്. ഉണ്ണിമുകുന്ദനും മന്ത്രിയുടെ ആളും ചേർന്ന് ഈ അവസരത്തിൽ ആഭരണങ്ങൾക്കൊപ്പം ഭൂമിയുടെ രേഖയും കൈവശപ്പെടുത്താൻ പദ്ധതിയിടുന്നു. എന്നാൽ ഇതിൽ ശശികുമാർ ഇടപെടുകയും ഇതിനായുള്ള സംഘട്ടനത്തിൽ ഉണ്ണിമുകുന്ദന്റെ ഭാര്യ സഹോദരന്റെ കൈ സൂര്യ വെട്ടിക്കളയുന്നു. ശശികുമാറിന് ഭൂമിയുടെ കാര്യങ്ങൾ മനസ്സിലാകുകയും ഇത് ഉണ്ണിമുകുന്ദനുമായി സംസാരിക്കുകയും ചെയ്യുന്നു. രേഖകൾ ഒരു രീതിയിലും വിട്ടുതരില്ലെന്ന് ഉണ്ണിമുകുന്ദനോട് പറയുന്നു. എന്നാൽ ശശികുമാറിന്റെ ഭാര്യ ഇടപെട്ട് ഭൂമിയുടെ രേഖകൾ ഉണ്ണിമുകുന്ദനെ ഏൽപ്പിക്കാൻ സമ്മതിപ്പിക്കുന്നു. ഇത് നൽകുന്നതിനായി ഉണ്ണിമുകുന്ദൻ നിർദ്ദേശിച്ച സ്ഥലത്തേക്ക് ശശികുമാർ ചെല്ലുകയും അവിടെ വെച്ച് ഉണ്ണിമുകുന്ദനും മന്ത്രിയുടെ ആളും ചേർന്ന് ശശികുമാറിനെ കൊല്ലുകയും ചെയ്യുന്നു. അപ്പത്ത മരിച്ചതല്ല, ഉണ്ണിമുകുന്ദൻ കൊന്നതാണെന്ന വിവരം ശശികുമാർ അറിഞ്ഞിരുന്നു. ഇതിനെ ചൊല്ലി വാക്തർക്കം ആകുകയും കൊലയിൽ കലാശിക്കുകയുമാണ് ഉണ്ടായത്. തന്റെ അച്ഛനെ കൊന്നത് ഉണ്ണിമുകുന്ദനാണെന്ന് മനസ്സിലാക്കിയ ശശികുമാറിന്റെ മകൻ ഉണ്ണിമുകുന്ദനെ കൊല്ലുന്നതിനായി ശ്രമിക്കുകയും, എന്നാൽ ഇത് മനസ്സിലാക്കിയ ഉണ്ണിമുകുന്ദൻ കുട്ടിയെ വകവരുത്താൻ മന്ത്രിയുടെ ആളെ ഏർപ്പാടാക്കുകയും ചെയ്യുന്നു. എന്നാൽ സൂരി ഈ ശ്രമങ്ങളെ തടുക്കുന്നതായും മന്ത്രിയുടെ ആളെ കൊലപ്പെടുത്തുകയും ചെയ്യുന്നു. കൊലപാതക കുറ്റത്തിന് സൂര്യയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും അവിടെ വെച്ച് ഉണ്ണിമുകുന്ദനോട് സൂരി ഭാര്യ സഹോദരനെ കൊലപ്പെടുത്തിയതായും അറിയിക്കുന്നു. ഇതറിഞ്ഞ ഉണ്ണിമുകുന്ദൻ സൂര്യയെ കൊലപ്പെടുത്തുന്നതിനായി പോലീസുമായി ചട്ടം കെട്ടുന്നു.
എന്നാൽ സൂരി പോലീസ് കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെടുകയും ഉണ്ണി മുകുന്ദന്റെ അടുത്ത് ചെന്ന് അവിടെ വെച്ച് ഉണ്ണി മുകുന്ദനെ കൊലപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതോടുകൂടി സിനിമ അവസാനിക്കുന്നു. എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും അടുത്ത ഒരു കഥയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.